പിന്നെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ വളർച്ച കണ്ടിട്ടുള്ളത് മോഡിയിലാണ്. ഞാൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോഡിയായിട്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് പരിചയമുണ്ട്. പിന്നെ മധ്യപ്രദേശിലും BJP ഓഫീസിൽ ഞാൻ ഭോപ്പാലിലെ ഓഫീസിൽ ചെന്നു. അപ്പോൾ മോഡിയായിട്ട് ഇന്റർവ്യൂവിൻ്റെ സമയം ഫിക്സ് ചെയ്തു. വൈകിട്ട് 4 മണിക്ക് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ക്യാമറമാനും കൂടി മോഡിയെ കാണാൻ ചെന്നു. 4 മണിയായപ്പോഴത്തേക്കും കറക്റ്റാണ്, ഷാർപ്പാണ് മോഡി. 4 മണിക്ക് വന്നു, ഇരുന്നു, നല്ല സൗഹൃദത്തോടുകൂടിയൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് മോഡി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം, ബിക്കോസ് യു ആർ കമ്മിങ് ഫ്രം കേരള. അപ്പം ഹിന്ദിയെക്കാളും എളുപ്പത്തിൽ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കാൻ. അപ്പം അങ്ങനെ മോഡി അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. മോഡിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല. ആ സമയത്ത് നല്ല ഇംഗ്ലീഷ് അല്ല അദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ, മോഡിയെ ഈ മധ്യപ്രദേശിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡൽഹിയിൽ നിന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലീഷിൽ ബൈറ്റ് തരുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഭി മേര അംഗ്രേസി കൈസേ ഹേ, ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതാണ് മോഡി എന്ന് വെച്ചാൽ, ഇത്രയധികം ആളുകളെ ഓർമ്മയുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്. ആ രീതിയിലൊക്കെ മോഡിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ്. പക്ഷേ മോഡി എന്ന വ്യക്തിയെ 1998 മുതൽ ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു.